ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിങ് ട്രേഡർ. ഏത് സ്റ്റോക്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു 3 സ്റ്റോക്കാണ്. അപ്പോൾ ആ 3 സ്റ്റോക്കിൽ ഡെയിലി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാസ്റ്റ് പെർഫോമൻസ് വൈസ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡെയിലി പെർഫോമൻസ് നമുക്ക് ഇൻട്രാഡേ ആണെങ്കിലും സ്വിങ്ങിലാണെങ്കിലും വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു 1 വീക്ക് ഹോൾഡ് ചെയ്യാനാണെങ്കിൽ തന്നെ ഈ സ്റ്റോക്കുകൾ നമുക്ക് വളരെ, ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്ന ഒരു 3 സ്റ്റോക്കുകൾ നിങ്ങൾക്ക് പെർഫോമൻസിൽ മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റ് പെർഫോമൻസ് റിസൾട്ടും കൂടെ ഞാൻ അനലൈസ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് സോഫ്റ്റ് വർക്ക് ചെയ്യുന്നത്, കറക്റ്റ് എൻട്രി എങ്ങനെ എടുക്കണം, അതേപോലെ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ട പോയിന്റ് എന്നാണ് സോഫ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ് നമുക്ക് ആക്ച്വലി സൈഡ് വേസിൽ ഒരുപാട് ലോസ് പോകുന്നതിൽ ഒരു പരിധിവരെ നമുക്ക് ഒഴിവായി കിട്ടും. കാരണം ലോസ് പോകുമ്പോൾ എവിടെ നിന്നാണ് എക്സിറ്റ് ചെയ്യേണ്ട പോയിന്റ് എന്ന് കറക്റ്റായിട്ട് സോഫ്റ്റ് കാണിച്ചിരുന്നു. എൻട്രി കിട്ടും, പക്ഷേ എക്സിറ്റ് ഡൗട്ടാണ്. എക്സിറ്റ് നമ്മുടെ സോഫ്റ്റിൽ ഈ ഒരു ബാർ ചാർട്ട് സ്ട്രാറ്റജിയിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ലൈവിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വിശ്വസിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണ് സോഫ്റ്റ് വർക്ക് ചെയ്യുന്നത് ലൈവിൽ കാണിച്ചു തരും. 15 years എക്സ്പീരിയൻസ് ഉണ്ട്, 8 സ്ട്രാറ്റജികളുണ്ട്, 2 സ്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ലേറ്റസ്റ്റ് വേർഷൻ മാത്രമാണ്. ഇതിനു മുമ്പ് നമുക്ക് 8 സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ട സ്കാനറും ഉണ്ട്. അപ്പോൾ സ്റ്റോക്കിൽ ചെയ്യുന്നവർക്ക് മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കാനറിൽ നമുക്ക് ഏത് സ്റ്റോക്കാണ് ഇന്ന് സ്ട്രോങ് ബുള്ളിഷും ബിയറിഷും ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സ്കാനറിലൂടെ സാധിക്കും. ഇപ്പോൾ സ്ട്രോങ് ബുള്ളിഷ് ഉള്ളതാണ് നമുക്ക് 3 ഗ്രീനിലും, സ്ട്രോങ് ബിയറിഷിലും ബജാജ് ഓട്ടോയ്ക്ക് സ്ട്രോങ് ബുള്ളിഷാണ്. അപ്പം ഇതിനകത്ത് സ്ട്രോങ് ബുള്ളിഷ് ഉള്ളതാണ്, ഇതിനകത്ത് 2-3 ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത് സ്ട്രോങ് ബിയറിഷാണ്. പെർസിസ്റ്റൻസ് നല്ല ഡൗൺ ആണ്. അപ്പോൾ നല്ല ഡൗൺ ഉള്ള സ്റ്റോക്കുകളാണ് 3 റെഡിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ സ്റ്റോക്ക് എടുത്ത് നോക്കിയാൽ നല്ല സ്ട്രോങ് ഡൗൺ ആയിരിക്കും. ഇപ്പം സ്ട്രോങ് പെർസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2-2.5 ശേഷം വന്ന സെല്ല് നല്ലപോലെ അടിച്ചിറങ്ങി 3 ടാർഗറ്റും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് ട്രേഡുകൾ നമ്മുടെ ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റിലൂടെ കാണാൻ സാധിക്കും. അപ്പം ആ 3 സ്റ്റോക്കിൽ LNT, ബജാജ് ഓട്ടോ, IOC ഈ 3 സ്റ്റോക്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡെയിലി ഇപ്പോൾ പാസ്റ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം LNTയുടെ ഇന്നത്തെ പെർഫോമൻസ് രാവിലെ മോർണിംഗിലും ബ്രേക്ക്ഔട്ട് കിട്ടി. അതിനിപ്പോൾ ക്ലോസിംഗിൽ 2:30 ശേഷം വന്ന സെല്ലും ഡൗൺ നല്ല ട്രെൻഡായിരുന്നു. ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇന്നലെ വലിയ ട്രെൻഡ് ഇതിനുണ്ടായിരുന്നില്ല. LNTക്ക് വലിയ ട്രെൻഡ് ഇന്നലെ കിട്ടിയില്ല. മിനിഞ്ഞാന്ന് നല്ല ട്രെൻഡ് മോർണിംഗ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബൈയും പോന്നിട്ടുണ്ട്. അതിന് മുമ്പും മാർക്കറ്റ് സൈഡ് വേസ് ആയിട്ട്, പക്ഷേ ലാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് കുറച്ച് ഡൗൺ ഇറങ്ങി. അതിന് മുമ്പ് നോക്കുകയാണെങ്കിലും നല്ലൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. ഇതിന് മുമ്പും നല്ല ബൈ ഉണ്ട്, കണ്ടോ, 1 സൈഡ് മൊമെൻറ്റിൽ. ഇതിന് മുമ്പും ട്രേഡുകൾ ഇതിനകത്ത് എപ്പോഴും നമുക്ക് മിക്കവാറും ട്രേഡുകൾ കിട്ടുന്ന സ്റ്റോക്കാണ് ഞാൻ ഈ LNTയിൽ നമുക്ക് പാസ്റ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ. ഇതിൽ നമുക്ക് സ്വിങ്ങിൽ നോക്കുകയാണെങ്കിലും 1 ഹവറിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിലും കുറച്ച് ദിവസങ്ങളായിട്ട് ബൈ തന്നെ. ഇപ്പം മാർക്കറ്റും സൈഡ് വേസ് ആണെങ്കിലും നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ബൈ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ് LNT. ഇതിന് മുമ്പ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് വീക്ക്ലി പെർഫോമൻസ്, അതിന് മുമ്പത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും നമുക്ക് ഇതിലൊരു അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും നമുക്ക് കിട്ടിയിട്ടുള്ള സ്റ്റോക്കാണിത്. സ്വിങ്ങിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് കൂടിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇന്ന് ഇപ്പോൾ ഈ ആഴ്ച ബൈ വന്നിട്ട് അതിന് മുമ്പ് ഡൗണും ഉണ്ട്, അതിന് മുമ്പ് ബൈയും ഉണ്ട്. നല്ലൊരു അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും മാറി ഇതിനകത്ത് മിക്കവാറും പോകാറുണ്ട്. അപ്പോൾ സ്വിങ്ങിനാകട്ടെ ഇൻട്രാഡേക്കാകട്ടെ നമുക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ് LNT എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതേപോലെ ബജാജ് ഓട്ടോയ്ക്കകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം കണ്ടോ നല്ലൊരു ഹൈക്ക് മാർക്കറ്റിൽ കയറി 54 പോയിന്റുള്ള അടിച്ച് കയറി. ഇതിന് മുമ്പ് രാവിലെ ഇതിന് സെല്ല് വന്നു. ഇന്നലെയും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ രാവിലെ വലിയൊരു ഡൗണിലായിരുന്നെങ്കിലും ക്ലോസിങ്ങിൽ വരെ നല്ലൊരു ഡൗൺ കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പും നോക്കുകയാണെങ്കിലും അതിന് മുമ്പും പെർഫോമൻസ് ഇതിന് വന്ന സ്റ്റോക്കുകളാണ്. ഇടയ്ക്ക് നമുക്ക് എല്ലാ ദിവസവും ട്രേഡ്, നമുക്ക് സൈഡ് വേസും വരും. സൈഡ് വേസ് വരുന്ന ദിവസം കറക്റ്റ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇതിനകത്ത് മിക്കവാറും ട്രേഡുകൾ നമുക്ക് കിട്ടുന്ന സ്റ്റോക്കാണ് ഈ ബജാജ് ഓട്ടോ. ഇതിൽ സ്വിങ്ങിനും ആവട്ടെ അതേപോലെ തന്നെയാണ്. അതേപോലെ IOC നോക്കുകയാണെങ്കിൽ IOCക്ക് മിക്കവാറും നമുക്ക് ഡെയിലി വീക്ക്ലി പെർഫോമൻസ് നമുക്ക് കഴിഞ്ഞ ആഴ്ചത്ത് നോക്കിയാലും ഡെയിലി മിക്കവാറും നമുക്ക് മോർണിംഗിൽ തന്നെ ബ്രേക്ക്ഔട്ടും കിട്ടാറുണ്ട്. നല്ല പെർഫോമൻസ് നമുക്ക് മിക്കവാറും വരാറുണ്ട്. സ്വിങ്ങിനാവട്ടെ ഈ സ്റ്റോക്ക് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ സ്വിങ്ങിനും നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഇതിൽ ബൈയും സെല്ലും മിക്കവാറും വരാറുണ്ട്. അപ്പം നല്ല പാസ്റ്റ് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ നല്ലൊരു ബൈയെ നമുക്ക് മാസങ്ങളായിട്ട് പോയതും പിന്നെ അതേപോലെ ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്, തിരിച്ച് കയറിയിട്ടുമുണ്ട് മാർക്കറ്റ്. അപ്പം ഇതുപോലത്തെ സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചാൽ സ്കാനർ സെറ്റ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല പെർഫോമൻസ് ഉള്ള സ്റ്റോക്കുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനും നമുക്ക് നല്ലൊരു ട്രേഡ് മിസ്സാകാതെ എടുക്കാനും അതേപോലെ ഇതുപോലെ ഇന്നിപ്പോൾ പെർസിസ്റ്റൻറ്റിൽ വന്ന പോലത്തെ പെർഫോമൻസ് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അതേപോലെ ഡിക്സൺ നല്ലതാണ്.
അപ്പോൾ ഈ സ്റ്റോക്കിലും ഡിക്സനും മിക്കവാറും പാസ് പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഡിക്സനും നല്ലൊരു റിസൾട്ട് മിക്കവാറും നമുക്ക് തരാറുണ്ട്. ഇപ്പം ലാസ്റ്റ് വന്ന ട്രേഡിൽ നല്ലൊരു ഹൈക്ക് പോയി 72 പോയിന്റ് കിട്ടി. മുമ്പ് ഇന്നലത്തെ ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹൈക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് മിക്കവാറും ബൈയും ഡൗണും നല്ല രീതിയിൽ നമുക്ക് പോകുന്ന സ്റ്റോക്കാണ്. പാസ് പെർഫോമൻസ് വൈസ് നല്ല റിസൾട്ട് ഇതിന് കിട്ടാറുണ്ട്. അതേപോലെ പെർസിസ്റ്റൻറ്റും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ഒരു എൻട്രി എടുക്കേണ്ടത് നമുക്ക് സുഖമായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. സിമ്പിളാണ് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാനിപ്പം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇതാണ് ബൈ സിഗ്നൽ, ഇതാണ് സെല്ല്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ കളർ കാണുന്ന സൈഡ് ബേസും, ഇതിൽ സെല്ല് വന്നു കഴിഞ്ഞാൽ ക്യാൻഡിലും താഴെയും കൺഫർമേഷൻ ബാർ മാച്ചിങ് ആണ്. ഇവിടെ ക്യാൻഡിൽ കളർ റെഡ് ആവുന്നതിനോടൊപ്പം താഴെ റെഡ് വന്ന് സെൽ സോണും വന്നാൽ ട്രേഡ് എടുക്കാൻ പാടില്ല. അവിടുന്ന് സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ ട്രേഡ് എടുക്കാം. ഇവിടെ സിഗ്നൽസ് വന്ന് കൺഫേം ആയതിനു ശേഷം സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻഡിൽ ധൈര്യമായിട്ട് എടുക്കാമായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് നേരെ താട്ടിറങ്ങി 3 ടാർഗറ്റ് നമുക്ക് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു അപ്ടണിലേക്ക് കയറി നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ഹൈക്ക് ഡൗണിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ മോർണിംഗിൽ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടുണ്ട്. അവിടുന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ എടുക്കാറുണ്ട്. അവിടെ നേരെ മാർക്കറ്റ് അപ്ടണിലേക്കും കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സിറ്റ് ചെയ്യാനായിട്ട് ട്രെൻഡ് ലൈൻ വൈസ് നോക്കാം, അല്ലെങ്കിൽ താഴത്തെ സോൺ നോക്കി നമുക്ക് എക്സിറ്റ് ചെയ്യാം. എക്സ്ട്രാ കളർ വെച്ചിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ സിമ്പിൾ ഇതിനകത്ത് കളർ ചേഞ്ച് സൈഡ് വേസും ട്രെൻഡ് ലൈനും പിന്നെ താഴത്തെ സോണും കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ റിവേഴ്സിൽ പോകുന്ന പോയിന്റ് നമുക്ക് കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്യാൻ സോഫ്റ്റ് അവിടെ എക്സിറ്റ് ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ, അതായത് നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ളൊരു പൊസിഷൻ ക്രോസ് അപ്പ് അല്ലെങ്കിൽ ക്രോസ് ഡൗൺ അങ്ങനെ ഒരു മെസ്സേജിൽ നമുക്ക് തരികയും ചെയ്യും. ഇപ്പോൾ റീ എൻട്രി ലെവൽ, ഇപ്പോൾ റീ എൻട്രി ടാർഗറ്റ് ഹിറ്റായതിൻ്റെ ഡിക്സിൻ്റെ കാണിക്കുന്നത്. അപ്പോൾ റീ എൻട്രി ടാർഗറ്റ് ലാസ്റ്റ് വന്ന റീ എൻട്രി നമുക്ക് അതിൽ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല റിസൾട്ട് നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ലൈവ് മാർക്കിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അതേപോലെ സ്കാനർ സെറ്റ്, മോർണിംഗിൽ തന്നെ സ്കാനർ സെറ്റ് ചെയ്തിടുക, വോളിയം സ്റ്റോക്ക് ആഡ് ചെയ്ത് വെക്കുക. ഇതിനകത്ത് സിഗ്നൽസ് വരുമ്പോൾ കറക്റ്റായിട്ട് ആ പെർഫെക്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടുന്നത്. ഇപ്പോൾ എപ്പോഴാണെങ്കിലും നമുക്ക് ആക്ച്വലി അലേർട്ട് മെസ്സേജും അതേപോലെ ഡീറ്റെയിൽസ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ തരാം. അപ്പോൾ ഇത്രയും സ്റ്റോക്ക് നോക്കി വെച്ചാൽ മതി. എല്ലാം കൂടെ നമുക്ക് വാരി വെച്ചിട്ട് സ്റ്റോക്ക് നോക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ സെലക്ട് ആയിട്ടൊരു 75 സ്റ്റോക്ക് മാക്സിമം ആഡ് ചെയ്യുക, അത്രയൊന്നും വേണമെന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ട് സ്കാനർ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ ലൈവിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ഇങ്ങനെ സോഫ്റ്റ് വർക്ക് ചെയ്യുന്നുള്ള അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.